ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. വയനാട് പഞ്ചാരക്കൊല്ലിയിൽ കടുവ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. കടുവയെ പിടികൂടാൻ നടപടി ആരംഭിച്ചെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭരണഘടനാ അഭിമാന ദിനം സെമിനാർ കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. വരും തലമുറയ്ക്ക് പ്രചോദനമാണ് യുദ്ധസ്മാരകങ്ങളെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കോഴിക്കോട് പുത്തഞ്ചേരിയിൽ നിർമ്മിച്ച യുദ്ധസ്മാരക മന്ദിരം കേന്ദ്രമന്ത്രി നാടിന് സമർപ്പിച്ചു. കഴിഞ്ഞ 3 വർഷത്തിനിടെ സംസ്ഥാനത്ത് 50,000 കോടി രൂപയുടെ നിക്ഷേപം നടന്നതായി മന്ത്രി പി രാജീവ്. സർക്കാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വാർത്തകൾ വിശദമായി. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി NCC, NSS, യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം കേഡറ്റുകൾ, ടാബ്ലോ കലാകാരന്മാർ, ഗോത്രവിഭാഗക്കാർ എന്നിവരുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഭരണഘടനയുടെ 75ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള 2 നിശ്ചല ദൃശ്യങ്ങളും വിവിധ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ എന്നിവ ഒരുക്കുന്ന 31 നിശ്ചല ദൃശ്യങ്ങളുമാണ് പരേഡിൽ അണിനിരക്കുന്നത്. വയനാട് പഞ്ചാരക്കൊല്ലിയിൽ കടുവ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ മരിച്ച സംഭവത്തിൽ കടുവയെ വെടിവെച്ചു കൊല്ലുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ഇതിനായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവ് നൽകിയിട്ടുണ്ട്. കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് കാലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ സാധാരണ നിലയിലുള്ള പരിശോധന നടത്തുന്ന ഘട്ടത്തിലാണ് ഒരു സ്ത്രീയുടെ ജഡം കണ്ടെത്താനിടയായത്. കടുവയുടെ ആക്രമണം മൂലമാണ് അങ്ങനെ സംഭവിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. അപ്പോൾ അവരെ അടിയന്തരമായും നിയമപരമായ നടപടികൾ പൂർത്തിയാക്കി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആ കാര്യത്തിൽ അവിടെ ജനങ്ങളുടെ ഇടയിൽ സാധാരണ പോലെ വലിയ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. കടുവയെ കൂടുവെച്ച് പിടിച്ചോ വെടിവെച്ചോ പിടിച്ച് ചെയ്യാനുള്ള ഉത്തരവ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ജില്ലയിലെ വനത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ ആവശ്യമായ ദ്രുതകർമ്മ സേനയെ നിയോഗിക്കുമെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അറിയിച്ചു. കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. പഞ്ചാരക്കൊല്ലി തറാട്ട് ഉന്നതിയിലെ രാധയാണ് ഇന്ന് രാവിലെ കൊല്ലപ്പെട്ടത്. പരിശോധനയ്ക്ക് പോയ തണ്ടർബോൾട്ട് അംഗങ്ങളാണ് മൃതദേഹം കണ്ടത്. കടുവയെ പിടികൂടുന്നതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി പഞ്ചാരക്കൊല്ലി പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. നഗരസഭയിലെ പഞ്ചാരക്കൊല്ലി, പിലാക്കാവ്, ജെസി, ചിറക്കര ഡിവിഷനുകളിലാണ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. നാളെ മാനന്തവാടി നഗരസഭാ പരിധിയിൽ കോൺഗ്രസ് ഹർത്താലിന് ആഹ്വാനം ചെയ്തു. പ്രദേശത്ത് ജനങ്ങൾ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട്. വയനാട് MP പ്രിയങ്ക ഗാന്ധി മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ദരിദ്ര വിഭാഗങ്ങൾക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭരണഘടനാ അഭിമാന ദിനം എന്ന വിഷയത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭരണഘടനയ്ക്കും ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറിനും അർഹതപ്പെട്ട ആദരം നൽകാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായി മന്ത്രി GR അനിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ ഭക്ഷ്യ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട അടിയന്തര ആവശ്യങ്ങൾ അദ്ദേഹം കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി തിരുവനന്തപുരത്ത് എത്തിയതായിരുന്നു കേന്ദ്രമന്ത്രി. രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരുടെ ഓർമ്മയ്ക്കായി കോഴിക്കോട് പുത്തഞ്ചേരിയിൽ നിർമ്മിച്ച യുദ്ധസ്മാരക മന്ദിരം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നാടിന് സമർപ്പിച്ചു. വരും തലമുറയ്ക്ക് പ്രചോദനമാണ് യുദ്ധസ്മാരക മന്ദിരങ്ങളെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. തുടർന്ന് MT വാസുദേവൻ നായരുടെ വസതിയും മന്ത്രി സന്ദർശിച്ചു. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക്. സർക്കാരുമായി ഇന്ന് നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് കടയടച്ചിട്ടുള്ള സമരവുമായി മുന്നോട്ടു പോകാൻ റേഷൻ വ്യാപാരികൾ തീരുമാനിച്ചത്. റേഷൻ വ്യാപാരികളുടെ മറ്റ് ആവശ്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ടെന്നും സാമ്പത്തിക പ്രതിസന്ധി മൂലം ശമ്പള പരിഷ്കരണം നടപ്പാക്കാനാകില്ലെന്നും ചർച്ചയിൽ സർക്കാർ സമരക്കാരെ അറിയിച്ചു. കഴിഞ്ഞ 3 വർഷം കൊണ്ട് സംസ്ഥാനത്ത് 50,000 കോടി രൂപയുടെ നിക്ഷേപമാണ് നടന്നതെന്ന് മന്ത്രി പി രാജീവ്. ദാവോസിലെ അന്താരാഷ്ട്ര സാമ്പത്തിക ഫോറത്തിന്റെ ഭാഗമായി നടന്ന അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. 7 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങളും സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെട്ടതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് മയക്കുവെടിവച്ച് ചികിത്സ നൽകി. മസ്തകത്തിലെ ആഴത്തിലുള്ള മുറിവിൽ നിന്ന് പഴുപ്പ് നീക്കം ചെയ്ത് മരുന്നും ആന്റിബയോട്ടിക്കുകളും നൽകി ആനയെ കാട്ടിലേക്ക് മോചിപ്പിച്ചു. ആനയ്ക്ക് തുടർ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ശിശുക്ഷേമ സമിതിയുടെ ദത്തെടുക്കൽ കേന്ദ്രത്തിന് സ്വന്തമായി സ്ഥലം കണ്ടെത്തി കെട്ടിടം നിർമ്മിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ കീഴിലുള്ള മലപ്പുറം ദത്തെടുക്കൽ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിട പ്രവേശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശിശുക്കളെ ഉപേക്ഷിക്കുകയും അപകടപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥയിൽ വലിയ മാറ്റമുണ്ടാക്കാൻ ദത്തെടുക്കൽ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കൊണ്ട് സാധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. തലശ്ശേരിയിലെ ജില്ലാ കോടതി സമുച്ചയം നാളെ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്ന 10 കോടതികളുടെ പ്രവർത്തനോദ്ഘാടനം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജംദാറും നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. 222 വർഷം പഴക്കമുള്ള തലശ്ശേരി ജില്ലാ കോടതിക്കായി നിർമ്മിച്ച പുതിയ കെട്ടിട സമുച്ചയം കിഫ്ബി ഫണ്ടിൽ നിന്ന് 56 കോടി രൂപ ചെലവഴിച്ചാണ് പണിതത്. നിലവിൽ ജില്ലാ കോടതി വളപ്പിൽ വിവിധ കെട്ടിടങ്ങളിലായി 14 കോടതികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ 10 എണ്ണമാണ് പുതിയ കെട്ടിട സമുച്ചയത്തിലേക്ക് മാറുക. ആധുനിക സൌകര്യങ്ങളോടെയാണ് 136 മുറികളുള്ള 8 നില കെട്ടിടം സജ്ജമാക്കിയിട്ടുള്ളത്. മന്ത്രിമാരും ജനപ്രതിനിധികളും ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജിമാരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് അപൂർവ രോഗം ബാധിച്ചവരുടെ ഡാറ്റാ രജിസ്ട്രി ഈ വർഷം യാഥാർത്ഥ്യമാകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരം മാസ്കറ്റ് ഹോട്ടലിൽ നടന്ന അപൂർവ രോഗ ചികിത്സാ വിദഗ്ധരുടെ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് ഈ വർഷം തന്നെ അപൂർവ രോഗ ചികിത്സാ ക്ലിനിക് ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ആലപ്പുഴ ജില്ലയിലെ പട്ടണക്കാട് മുഹമ്മ പോലീസ് സ്റ്റേഷനുകൾക്ക് ISO അംഗീകാരം. ആധുനിക സൌകര്യങ്ങൾ, അത്യാധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ, പൊതുജന സൌഹൃദ അന്തരീക്ഷം എന്നിവയ്ക്കുള്ള അംഗീകാരമാണിത്. നേരത്തെ തൃശൂർ പേരാമംഗലം പോലീസ് സ്റ്റേഷൻ ISO അംഗീകാരം നേടിയിരുന്നു. ഇടുക്കി മുട്ടത്ത് സർവീസ് സഹകരണ ബാങ്കിൽ തീപിടുത്തം. പഴയ റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന മുറിയിലാണ് തീപിടിച്ചത്. പഴയ രേഖകൾ മാത്രമാണ് കത്തിയതെന്നും ബാങ്കിന്റെ നിലവിലെ പ്രവർത്തനത്തെ ബാധിക്കില്ലെന്നും ബാങ്ക് അധികൃതർ പറഞ്ഞു. തൊടുപുഴയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ PG ഇൻസ്റ്റിറ്റ്യൂട്ടായി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി കിഫ്ബി ധനസഹായത്തോടെ നിർമ്മിച്ച ട്രീറ്റ്മെന്റ് ആൻഡ് അക്കാദമിക് ബ്ലോക്ക് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വൈകുന്നേരം 7:30 കൊൽക്കത്തയിലാണ് മത്സരം. കേന്ദ്ര സർക്കാരുമായി ചേർന്ന് സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയിലൂടെ 2.5 വർഷത്തിനകം കേരളത്തിലെ മുഴുവൻ കർഷകരുടെയും പശുക്കൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. കോഴിക്കോട് ജില്ലാ ക്ഷീരസംഗമം ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പശുക്കൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ 8 കോടി രൂപയുടെ ക്ഷീര കർഷക ഇൻഷുറൻസ് പദ്ധതി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കും. വയോജനക്ഷേമത്തിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന വയോമിത്രം പദ്ധതിയിൽ 11 കോടി രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി ആർ ബിന്ദു. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള നഗരപ്രദേശവാസികളായ വയോജനങ്ങൾക്ക് മൊബൈൽ ക്ലിനിക്കിലൂടെ സൌജന്യ ചികിത്സ, സൌജന്യ മരുന്ന് തുടങ്ങിയവ നൽകുന്ന പദ്ധതിയാണ് വയോമിത്രം. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഗ്രൂപ്പ് മത്സരത്തിൽ കേരളത്തിനെതിരെ മധ്യപ്രദേശിന് 133 റൺസിന്റെ രണ്ടാം ഇന്നിംഗ്സ് ലീഡ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ മധ്യപ്രദേശ് രണ്ടാം ഇന്നിംഗ്സിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 140 റൺസ് എന്ന നിലയിലാണ്. നേരത്തെ കേരളത്തിന്റെ ഒന്നാം ഇന്നിംഗ്സ് 167 റൺസിന് അവസാനിച്ചിരുന്നു. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 330 പോയിന്റ് താഴ്ന്ന് 76,190ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 113 പോയിന്റ് കുറഞ്ഞ് 23,092ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി പവന് 240 രൂപ വർദ്ധിച്ച് 60,440 രൂപയും ഗ്രാമിന് 7,555 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് പഞ്ചാരക്കൊല്ലിയിൽ കടുവ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. കടുവയെ പിടികൂടാൻ നടപടി ആരംഭിച്ചെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭരണഘടനാ അഭിമാന ദിനം സെമിനാർ കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. വരും തലമുറയ്ക്ക് പ്രചോദനമാണ് യുദ്ധസ്മാരകങ്ങളെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കോഴിക്കോട് പുത്തഞ്ചേരിയിൽ നിർമ്മിച്ച യുദ്ധസ്മാരക മന്ദിരം കേന്ദ്രമന്ത്രി നാടിന് സമർപ്പിച്ചു. കഴിഞ്ഞ 3 വർഷത്തിനിടെ സംസ്ഥാനത്ത് 50,000 കോടി രൂപയുടെ നിക്ഷേപം നടന്നതായി മന്ത്രി P രാജീവ്. സർക്കാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.